Good morning, it's me Rijita Balu and welcome back to my YouTube channel തട്ടും തവിയും. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു കേട്ടാ. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കണു. ഞങ്ങളെ തണൽ തേടി പോവാണ് കേട്ടാ. അപ്പോൾ അവിടേക്ക് നിങ്ങളെയും കൂട്ടി പോവാന്ന് വിചാരിച്ചു. അവിടെ തണലിലെത്തിയിട്ട് കുറച്ച് കൂട്ടരെ നമുക്ക് കാണാനുണ്ട് കേട്ടോ. അവരെ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു. അവരെ കാണണമെങ്കിലേ 10 മണിയാവണം, രാവിലെ 10 മണി. അപ്പോൾ അതാ നമ്മൾ ഇപ്പം ഇറങ്ങിയിട്ട് 9:38 സമയമായിട്ടുണ്ട്. വാടാനപ്പള്ളി എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അവിടെ എത്തുമ്പോൾ കാണാം. അപ്പോൾ ദാ ഇപ്പോൾ സമയം 9:55 കേട്ടാ. നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടാ. ഏറെ പേർക്കും ഇത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. നമ്മൾ ഗുരുവായൂർ സൈഡ്, തൃശ്ശൂർ സൈഡിൽ നിന്നൊക്കെ വരുന്നവർക്ക് റൈറ്റ് സൈഡിലാണ് നമ്മൾ ഉദ്ദേശിച്ച ഡെസ്റ്റിനേഷൻ. അതല്ല, കൊടുങ്ങല്ലൂർ സൈഡിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ ലെഫ്റ്റ് സൈഡാണ് കേട്ടാ. അതായത് തൃശ്ശൂർ ജില്ലയിൽ ഇടമുട്ടം കഴിഞ്ഞാൽ പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. പാലപ്പെട്ടി വളവ് എന്ന് പറയും. അപ്പോൾ ആ വളവ് ജസ്റ്റ് അങ്ങോട്ട് കയറുമ്പോൾ റൈറ്റ് സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ ഒരു സ്കൂളുണ്ട്. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് പ്രൈവറ്റ് ഹൈവേന്ന് പ്രൈവറ്റ് വഴിയുണ്ട് ഈ പറയുന്ന സ്ഥലത്തേക്ക്. അവിടേക്കാണ് ഇതാ നമ്മൾ ഇപ്പോൾ എത്തിച്ചേരുന്നത്. അപ്പോൾ ഇതാ നമ്മൾ അവരുടെ പ്രൈവറ്റ് വഴിയിലേക്ക് കയറാണ് കേട്ടോ. ഈ ഹൈവേയിൽ തന്നെ ആ മതിലിൻ്റെ മീതെ ഒരു ബോർഡ് കണ്ടില്ലേ? ആ ബോർഡ് പ്രകാരം തണൽ എന്താണെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായോ? തണലാണ് നമ്മുടെ അലങ്കാര സസ്യങ്ങൾക്കും പൂച്ചെടികൾക്കായിട്ടും ഫ്രൂട്ട്സ് ഉണ്ടാവുന്ന ചെടികൾക്കും അതുപോലെ തന്നെ മെഡിസിനൽ വാല്യൂസ് ഉള്ള ചെടികൾക്കും ഒക്കെ ആയിട്ടുള്ള ശരിക്കും ഒരു ഉദ്യാനം കേട്ടോ. അതായത് ഇത് റഷീദ് എന്ന് പറയുന്ന ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ ടേസ്റ്റ് പ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹോം ഗാർഡൻ പ്ലസ് നഴ്സറിയാണ്. വീടിനോട് ചേർന്നിട്ട് ഒരുപാട് ചെടികളുണ്ട് കേട്ടോ. അത്ര വലിയ നഴ്സറി അല്ല, പക്ഷെ എനിക്ക് തോന്നുന്നത് അവരവരുടെ ആ ചെടിയോടുള്ള ഇഷ്ടം കാരണം വീട്ടിൽ കുറച്ച് ചെടികളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടാവാം. പിന്നീട് ആ ഇഷ്ടം മൂത്ത് ആളുകളുടെ എൻക്വയറി അനുസരിച്ചായിരിക്കാം അദ്ദേഹം ഈ ഒരു വ്യാപാരം കൂടെ നടത്താന്നുള്ള ആ ഒരു ഐഡിയയിലേക്ക് പോയിട്ടുണ്ടാവുക എന്നെനിക്ക് തോന്നുന്നു കേട്ടോ. ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിച്ചറിഞ്ഞില്ല. പാപ്പൻ്റെ മോഹന ഓർക്കിഡ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അറിയാം, വരണമെന്ന് പ്ലാൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആൾക്ക് അത്യാവശ്യം ഡെയിലി ഓൺലൈൻ സെയിൽസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അഗ്ലോണിമയുടെ ഒരുപാട് കളക്ഷൻസ്, അതുപോലെ നാടൻ ചെടികളുണ്ട് അവിടെ. പിന്നെ നമ്മുടെ ആഫ്രിക്കൻ മല്ലിയുടെ ചെടികൾ, പിന്നെ അതുപോലെ എന്താണ് നമ്മുടെ ബസ്മതി റൈസിൻ്റെ ഫ്ലേവർ കിട്ടുന്ന ഒരു ചെടി. അതായത് ബസ്മതി ഏത് റൈസും, സ്മെല്ലില്ലാത്ത റൈസിനും സ്മെല്ല് കൊണ്ടുവരാവുന്ന ഒരു ഫ്ലേവറുള്ള ഒരു ചെടി, ജീരകത്തിൻ്റെ സ്മെല്ലുള്ള ചെടി. അതുപോലെ തന്നെ അഗ്ലോണിമയുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. റീസണബിൾ റേറ്റാണ് ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് ഫാൻസിൻ്റെ ചെടിയുണ്ട്. പന്നൽ ചെടികളുണ്ടല്ലോ, പന്നൽ ചെടികൾ ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതുപോലെ കാക്ടസ്, നമ്മുടെ കള്ളിമുൾച്ചെടി എന്ന് പറയില്ലേ, അതിൻ്റെ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ വേറെ എന്താണ്, അങ്ങനെ ഒത്തിരി അധികം കേട്ടോ. അത് ഈ പറഞ്ഞ പോലെ നാടനും ഒക്കെ. അതുപോലെ തന്നെ മണിമുല്ല, അത് അവിടുത്തെ ഒരു ഫേവറേറ്റ് കളക്ഷനാണ് കേട്ടോ. മണിമുല്ല ഇപ്പോൾ പൂക്കാറായിട്ടുണ്ടെന്ന് പറയുന്നത്. പൂവിടുമ്പോഴൊക്കെ ഭയങ്കര രസമായിരിക്കും എന്നാണ് കേട്ടോ പറയുന്നത്. അതുപോലെ തന്നെ ചില വെറൈറ്റി ചെടികൾ, നമ്മളുടെ എന്താ പറയുക, ചില വ്യത്യസ്ത പേരുകളൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ശിവപാർവതി എന്ന് പറഞ്ഞിട്ടൊരു ചെടി കാണിച്ചു തന്നു. അങ്ങനെ ചില വ്യത്യസ്തങ്ങളായിട്ടുള്ള, പിന്നെ അതുപോലെ കടമ്പ, അങ്ങനെ ഒരുപാട് നല്ല ദൈവികമായിട്ടുള്ള ചെടികളും അങ്ങനെ ഒത്തിരി നല്ല ചെടികൾ അവിടെ കാണാനായിട്ട് പറ്റിയിട്ടാ. അപ്പോൾ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ ഒരു കൂട്ടരെ കാണിച്ചു തരാമെന്ന്, കറക്റ്റ് 10 മണിക്ക് കാണാമെന്ന്. അത് വിചാരിച്ചിട്ടാണ് നമ്മൾ പോയത്. പക്ഷേ അവരെ നമുക്ക് കാണാനായിട്ടും കാണിച്ചു തരാനായിട്ടും എനിക്ക് പറ്റില്ല കേട്ടോ. അതായത് ഞാനേ ഈ പറയുന്ന തണലിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് 10 മണി പുഷ്പങ്ങളുടെ വെറൈറ്റീസ് കാണാൻ പറ്റുമെന്ന് പറഞ്ഞത്. പക്ഷേ അത് നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് അത് വളരെ നഷ്ടമായി എന്ന് പറയുന്നത്. കാരണം 10 മണിക്ക് സീസൺ ഉണ്ടല്ലോ, നല്ല വേനലിലും ഒക്കെയാണ് അത് നന്നായിട്ടുണ്ടാവുക. പക്ഷേ അതേപോലെ തന്നെ മഴ വന്നാൽ നശിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ ഒരുപാട് കളക്ഷൻസിന് മുഴുവൻ ഷെഡിട്ട് മറയ്ക്കാനോ ഒക്കെ എളുപ്പമല്ലല്ലോ. അപ്പോൾ ബിസിനസ് എന്നൊക്കെ ആകുമ്പോൾ അങ്ങനെയാണ് പറയുക നമ്മൾ. അത് അദ്ദേഹത്തിന് നഷ്ടം സംഭവിച്ചതുകൊണ്ട് പിന്നെ ആ ഒരു പരിപാടി നിർത്തി എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ സത്യത്തിൽ ഞാൻ തേടി പോയത് 10 മണി
തന്നെയാണെങ്കിലും എനിക്ക് അത് അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒക്കെ കണ്ടപ്പോൾ ഇഷ്ടമായതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തോട്ടെ എന്നുള്ള ഒരു പെർമിഷനോട് കൂടിയിട്ട് വീഡിയോസ് എടുക്കുക ചെയ്തത് കേട്ടോ. കാരണം ഇവിടെ നിങ്ങൾക്ക് എക്സസ് ചെയ്യാൻ അടുത്തുള്ളവർക്കൊക്കെ ഒന്ന് പോയി കാണാവുന്നതാണെങ്കിൽ വളരെ റീസണബിൾ ആയിട്ടാണ് കേട്ടോ ചെടികളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് വാങ്ങണമെങ്കിൽ വാങ്ങാമല്ലോ. മാത്രമല്ല കാക്ടസിൻ്റെ ഈ അടുത്ത് എൻ്റെ ഈ ചുറ്റുവട്ടത്ത് ഞാൻ ഇങ്ങനെ കാക്ടസിൻ്റെ ഇത്രയധികം കളക്ഷൻസ് കണ്ടിട്ടില്ല കേട്ടോ. എത്ര ഭംഗിയിലുള്ളതാണെന്നറിയോ. പിന്നെ ഇവരുടെ വീഡിയോസ് പണ്ടത്തെ വീഡിയോസ്, അതായത് ഇവരൊക്കെ സ്റ്റാർട്ടിങ്ങിലുള്ള വീഡിയോസ് ചില യൂട്യൂബേഴ്സ് ഇട്ടിട്ടുണ്ട്. അവരുടെയിലൊക്കെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു നഴ്സറി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഇപ്പം എനിക്ക് ഇത്തിരി ഫെയ്ഡായിട്ടുണ്ടോ എന്നൊരു കളറ് ഫെയ്ഡായിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നി. അതൊരു പക്ഷേ കാലം ചെല്ലും തോറും ചില കാലാവസ്ഥകൾക്കുള്ള ഒരു മങ്ങലായിരിക്കാം. ഇല്ലെങ്കിൽ പിന്നെ അന്ന് വന്നിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ചെടികളുടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ടൈമിൽ അവരെടുത്തിട്ടുള്ളതാണോ എന്നറിയില്ല. ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞത് കുറേ കളക്ഷൻസ് പോയിരിക്കുകയാണ്, ഇനി അടുത്ത സെറ്റ് വരാനുണ്ടെന്നാണ് കേട്ടോ റഷീദ് ബായ് പറഞ്ഞത്. അതുപോലെ തന്നെ വളരെ അപൂർവങ്ങളായിട്ട് നമ്മൾ പൂത്ത് നിൽക്കണ കാണാറുള്ളതാണല്ലേ ഈ കടമ്പ പൂവൊക്കെ. കടമ്പയാണ് കേട്ടോ ഈ കാണിച്ചത്. ഒരുപാട് കടമ്പ ചെടികളുണ്ട്, അതുപോലെ കായാമ്പൂ, അങ്ങനെയുള്ള ചെടികളുണ്ട് കേട്ടോ. അതും മിനിയേച്ചർ വേർഷൻസ് ആണ്. നമുക്ക് സ്ഥലമില്ലാത്തവർക്കും കൊണ്ടുപോയിട്ട് പരിപാലിച്ച് കൊണ്ടു നടക്കാൻ എളുപ്പത്തിന് ആ ഒരു പാകത്തിനുള്ള ചെടികളാണ് ഇവിടെയുള്ളത്. കടമ്പ നിൽക്കണത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മെഡിസിനൽ പ്ലാന്റ്സും ഉണ്ട് കേട്ടോ. മെഡിസിനൽ പ്ലാന്റ്സും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഉണ്ടാവണം അവിടെ. പേരയ്ക്ക, പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട്, പിന്നെ അതുപോലെ എന്താണ് അങ്ങനെ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ. ഒക്കെയും എന്താ പറയുക ഫ്രൂട്ട്സ് ഉണ്ടായി നിൽക്കുന്നുണ്ട്. നാരകം ഒക്കെ, ചെറുനാരകത്തിൻ്റെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ചെടി കണ്ടു കേട്ടോ, ഇൻഡോർ പ്ലാന്റ് ആണത്. അത് പക്ഷേ ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ടോയെന്നറിയില്ല. ശരിക്കും നല്ല തിക്കായിട്ട് നല്ല ഡാർക്ക് കരിമ്പച്ച കളറിൽ നിൽക്കണ കറിവേപ്പിൻ്റെ തയ്യാന്ന് വിചാരിക്കട്ടോ. നമ്മൾ പെട്ടെന്ന് അയ്യോ കറിവേപ്പാണോ ഇതെന്ന് ചോദിച്ചു പോകും. പക്ഷെ കറിവേപ്പല്ല കേട്ടോ അത്. അതുപോലെ തന്നെ ഇതാ ഞാൻ പറഞ്ഞില്ലേ അഗ്ലോണിമേഡൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഒരുപാട് ഹാങ്ങിങ് ചെടികളുടെ കളക്ഷൻസ് ഉണ്ട്, ഒരുപാട് വെറൈറ്റീസ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫെൻസിൻ്റെ, അതായത് പന്നൽ ചെടികളുടെ, പിന്നെ അതുപോലെ തന്നെ കള്ളിമുൾ ചെടികളുടെ എത്ര വെറൈറ്റീസാണ്. ഇതാ ഫെന്നൽ ചെടികളൊക്കെ നോക്കൂ, ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പിന്നെ കള്ളിമുൾ ചെടിയുടെ അതെ ഒരുപാടുണ്ട് കേട്ടോ. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇനി ജസ്റ്റ് അത് വേറെ എന്തെങ്കിലും വസ്തുക്കളെ കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണോ എന്ന്. ഒക്കെ മിനിയേച്ചർ രൂപത്തിലൊക്കെ ഇരിക്കണേ നമുക്ക് കൊണ്ടുപോയിട്ട് വളർത്താവുന്ന രീതിയിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ റീസണബിളായിട്ട് കിട്ടുകയും ചെയ്യും. കാരണം ഒരുപാട് വലുത് മേടിക്കുന്നേക്കാളും നല്ല നമ്മൾ ചെറുതായിട്ട് മേടിച്ച് നമ്മുടെ ഇഷ്ടാനുസരണം അതിനെ വലുതാക്കി കൊണ്ടുവരാമല്ലോ. വളരെ റീസണബിൾ പ്രൈസ് ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. വളരെ അഫോർഡബിളായിട്ട് തോന്നി പ്രൈസിങ് ഒക്കെ. അതുപോലെ തന്നെ പെട്ടെന്ന് ഞാനൊരു ഓന്തിനെ കണ്ടപ്പോൾ അങ്ങനെ അയ്യോ എന്ന് പറഞ്ഞേ. അപ്പോൾ എൻ്റെ അടുത്ത് റഷീദ് ഭായി പറയാണ് അവരും വേണമല്ലോ നമ്മുടെ ആവാസ വ്യവസ്ഥ മുഴുവനാവണമെങ്കിൽ. അപ്പോൾ അത് അവരൊരു സൈഡിൽ കൂടെ നടന്നോട്ടെ. ഓന്തുണ്ട്, അതുപോലെ തന്നെ ചിലപ്പോൾ പാമ്പിനെ കാണാം. അവിടെ ഉണ്ടെന്നല്ല പറഞ്ഞത്, പാമ്പുണ്ടാവാം, ഉടുമ്പ് വരും, അങ്ങനെ ഓരോരുത്തർക്ക് ഓരോന്നും ഉണ്ടല്ലോ. ഒരു പക്ഷേ ഓന്ത് ബട്ടർഫ്ലൈസ് ഒരുപാടുണ്ട് അതിൻ്റെ ഉള്ളിൽ, അവരെ കണ്ടിട്ടായിരിക്കാം ഓന്ത് വന്നിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ ഒട്ടും കെമിക്കൽസ് യൂസ് ചെയ്യണില്ല എന്നാണ് പറഞ്ഞത്. കാരണം അത് നമ്മുടെ മണ്ണിൻ്റെയും ഗുണത്തെ നഷ്ടപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞു. അതൊരു നല്ല ഒരു സൈഡായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഇതാ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ബസ്മതി റൈസിൻ്റെ ആ ഒരു ഫ്ലേവർ കൊണ്ടുവരുന്ന ചെടിയും അതുപോലെ തന്നെ ആഫ്രിക്കൻ മല്ലിയും. വളരെ ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ റഷീദ് ഭായിയെ. അത് ശരിക്കും നമുക്ക് എന്താ പറയുക ഒരു കച്ചവടമൊക്കെ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു സ്വഭാവം, അല്ലെങ്കിൽ ക്ലയൻറ്റിനെ മാക്സിമം അവരിലേക്ക് അടുപ്പിക്കാനുള്ള ആ ഒരു കഴിവും കൂടിയാണ് കേട്ടോ അത്. ആളെവിടെയോ പോകാനുള്ള തിരക്കിലായിരുന്നു. എന്നിട്ട് പോലും ഇടയ്ക്കിടയ്ക്കായിട്ട് ഫോൺ കോൾസ് വരുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മളെ മുഷിപ്പിക്കാത്ത രീതിയിൽ. ഒരു പക്ഷേ ആൾക്കറിയില്ല നമ്മൾ വല്ലതും വാങ്ങുമോ. ഇപ്പം ചിലരിങ്ങനെ നാടൻ ഭാഷയിൽ പറയില്ലേ, വല്ലതും തടയോ ആവോ വിറ്റങ്ങൾ വരുന്നുണ്ട്, അങ്ങനെയാണല്ലോ ചിലരുടെ ഭാഷ്യം. അതാ വരുന്നുണ്ട് ഒരു കൂട്ടര്, വല്ലതും തടയോ ആവോ ഈശ്വര, അല്ലെങ്കിൽ ഇവർ വന്നിട്ട് മതി ഒരു കൈവർക്കത്ത്, അങ്ങനെയൊക്കെ പറയണവരെ നമുക്കറിയാലോ. കച്ചവടത്തിൻ്റെ പിന്നിലുള്ള ചില ടേംസാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്ന പോലെ അങ്ങനെ ഒരു ഭാവപ്രകടനവും ഇല്ല കേട്ടോ. ആളെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വീടിനകത്ത് പോയിട്ട് കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത് വരും. ഒട്ടും ത്രൂ ഔട്ട് നമ്മൾ കണ്ട ചിരിച്ച മുഖത്തോട് കൂടി തന്നെയായിരുന്നു കേട്ടോ റഷീദ് ഭായി നിന്നത്. അതുപോലെ അതാ ഈ കാണിച്ചു തന്നതാണ് കേട്ടോ ലാങ്കി
ലാങ്കി ലാങ്കി ലാങ്കി എന്ന് പറയുമ്പോൾ എനിക്കറിയാവുന്ന ലാങ്കി ലാങ്കി എന്ന് പറയുന്നത് വലിയ മരം കേട്ടോ, നമുക്ക് കൈയെത്തിച്ചിട്ടൊന്നും പൂ പൊട്ടിക്കാൻ പറ്റില്ല. അപ്പം അതാ പറയുന്നത്, ആ ലാങ്കി ലാങ്കിയുടെ ആ ഒരു നൊസ്റ്റ് ഫീലിംഗ് ഒക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നമുക്കുള്ള സ്ഥലത്ത് ആ ഒരു മിനിയേച്ചർ പതിപ്പ് കൊണ്ടുവയ്ക്കാം. ഇഷ്ടം പോലെ പൂക്കൾ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഒരുപാട് മിനിയേച്ചർ ചെടികളെ ഇവിടെ കാണാനായിട്ട് പറ്റി. ഈ കാണുന്ന ഹാങ്ങിങ് ഒക്കെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വശമാണ് കേട്ടോ. ഫ്രണ്ട് വശം നമുക്ക് ശരിക്കും ആ ഒരു സിറ്റ് ഔട്ടിൻ്റെ നമുക്ക് കടക്കാവുന്ന അത്രയും ഗ്യാപ്പ് ഒഴിച്ചൊക്കെ നിറയെ ചെടികളാണ് കേട്ടോ. ഒക്കെ നമ്മളുടെ എന്താ പറയുക ഹാങ്ങിങ്സും അതുപോലെ ചില മരം കൊണ്ടുള്ള ചില രൂപങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അതുമല്ലൊക്കെ പടർത്തിയിട്ടേ നമുക്ക് എന്താ പറയുക ആ ഒരു ടെറസിൻ്റെ ഭാഗമൊന്നും കാണില്ല. അതുപോലെ തന്നെ നല്ല കൂളായിട്ടുള്ള അക്ഷരാർത്ഥത്തിൽ തണൽ ഉള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു കേട്ടോ. അതുപോലെ ഒരുപാട് ബട്ടർഫ്ലൈസ് ഉണ്ടായിരുന്നു. ഈ ശിവപാർവതി എന്നുള്ള പ്ലാന്റിൽ അങ്ങോട്ട് ഒരുപാട് ബട്ടർഫ്ലൈസ് വരും ഇത്രേ. നല്ല വർണ്ണപ്പകിട്ടാർന്ന നല്ല ഭംഗിയുള്ള ബട്ടർഫ്ലൈസ് ആയിരുന്നു കേട്ടോ. നമ്മുടെ ചുറ്റിലും ഒരു പേടി കൂടാതെ അവരവിടെ പറന്നുല്ലസിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ കണ്ട പോട്ടുകൾക്കും ഹാങ്ങിങ് പോട്ടുകൾക്കും അതുപോലെ എന്താ പറയുക എല്ലാത്തിനും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഡിസൈൻസും ഒരു വെറൈറ്റി ലുക്കായിരുന്നു. അതുപോലെ ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് നോക്കിയേ എന്തൊരു ഭംഗിയല്ലേ അതിൻ്റെ പൂക്കളെ കാണാനായിട്ട്. ഇതിൻ്റെ 2-3 കളറുകളുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഈ ഒരു കളറും അതുപോലെ ഒരു ഓഫ് വൈറ്റ് കളറാ, ഒരു ക്രീമി ആയിട്ടുള്ള കളറ്, അങ്ങനത്തെ 1-2 കളറേ കണ്ടുള്ളൂ കേട്ടോ. ഇതൊക്കെ ഒരു ചെറിയ തണ്ട് മതി ഒരുപാട് ഉണ്ടാക്കാന്നാട്ടാ പറഞ്ഞത്. ഈ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ സീസൺ കഴിഞ്ഞാൽ മുഴുവൻ നശിച്ചു പോത്രേ. എന്നിട്ട് പിന്നെ വീണ്ടും അത് ഇങ്ങനെ തളിർത്ത് വരും എന്ന് പറഞ്ഞത്. അത് നമ്മുടെ ലില്ലി ചെടിയൊക്കെ അങ്ങനെയാണല്ലോ, മുഴുവനായിട്ട് നശിച്ചു പോയിട്ട് അവിടെ അങ്ങനെ ഒരു ചെടി ഉണ്ടായിരുന്നേ എന്ന് പോലും നമുക്കറിയില്ല, പിന്നീട് അത് മുളച്ചു വരില്ലേ എന്ന പോലെ കേട്ടാ. അതുപോലെ ഇതാ താഴെയുള്ള ആ ഒരു ചെടി നോക്കിയേ, അതിൻ്റെ ഒക്കെ ഏറ്റവും അറ്റത്തായിട്ട് ഒരു പിങ്ക് കളറ്. സാധാരണ നമ്മുടെ ചില ചെടികൾ സ്പൈഡർ പ്ലാന്റ് ഒക്കെ വെയിൽ കൊണ്ട് തുമ്പ് കരിഞ്ഞു നിൽക്കില്ലേ എന്ന പോലെ ഞാൻ വിചാരിച്ചു ആ ഒരു തുമ്പത്ത് എന്തെങ്കിലും പെയിന്റ് അടിച്ചതാണ്. പക്ഷെ അല്ലാട്ടാ, അത് ആ ഒരു ചെടിയുടെ പ്രത്യേകതയാണ്. വീടിന് ചുറ്റും സസ്യങ്ങളാണ് കേട്ടോ. അതുപോലെ ഒരു സൈഡിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറി സസ്യങ്ങളും കണ്ടു. അതുപോലെ ഞാൻ ഏറെ കാണാൻ കൊതിച്ചിട്ടുള്ള ഒരു ചെടിയാണ് കേട്ടോ ഇത്. ഇതാണ് നമ്മുടെ നീല കൊടുവേലി. ഔഷധ സസ്യം കൂടിയാണെന്ന് അറിയാലോ. ഈ ഒരു നീല കൊടുവേലിയിൽ നിറയെ പൂത്തിട്ട് നിൽക്കണം. അതിൻ്റെ വേറൊരു കളറും കൂടി ഉണ്ട് കേട്ടോ, വൈറ്റ് റെഡ് അങ്ങനെ എന്തോ പറഞ്ഞു. അതവിടെ ആ നേരത്തെ പൂവിട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നീല കൊടുവേലി പൂവും കണ്ടു കേട്ടോ. ഒരുപാട് പൂക്കളെ കണ്ടു, ഒരുപാട് ചെടികളെ കണ്ടു. സത്യത്തിൽ മനസ്സ് നിറഞ്ഞു കേട്ടാ. എനിക്കെപ്പോഴും മനസ്സ് നിറഞ്ഞു എന്ന് പറയാനാണ് കേട്ടോ ഇഷ്ടം. മനസ്സ് നിറഞ്ഞാൽ എല്ലാം നിറഞ്ഞുല്ലോ അല്ലേ നമ്മുടെ. അപ്പോൾ മനസ്സ് നിറയാനാണ് ഇത്ര പാട്. നമ്മളെല്ലാവരും പറയും വയറ് നിറയ്ക്കാൻ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന്. പക്ഷേ അതും ഒരു മനസ്സ് നിറയലാണല്ലോ അല്ലേ. കാരണം അതാണ് അന്നദാനം കൊണ്ടുള്ള പ്രത്യേകത. അന്നം നമുക്ക് മതിയായി കഴിഞ്ഞാൽ നമ്മൾ മതി എന്ന് പറയും, ഇത്ര വളരെ തൃപ്തി അടയുന്നു, വേറൊരു പരാതിയില്ലാന്ന് എന്ന പോലെ തന്നെ എൻ്റെ വയറും മനസ്സും എല്ലാതും മനസ്സുകൊണ്ടാണ് ഞാൻ പറയാട്ടാ. അപ്പോൾ മനസ്സ് നിറഞ്ഞ ഒരു കാഴ്ചയാണ് ഞാൻ ഇന്ന് കണ്ടത്. നിങ്ങൾക്കും മനസ്സ് നിറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇടമുട്ടം, അതായത് ഈ തീരദേശവാസികൾക്കോ അല്ല ബൈ ചാൻസ് ഈ വഴി, അതായത് NH തന്നെയാണ് കേട്ടോ ഇത്, കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റോട്ടിലാണ്. എങ്ങാനും നിങ്ങൾക്ക് പോകാൻ താല്പര്യമാണെങ്കിൽ ഈ ഒരു നഴ്സറിയും കൂടെ ഒന്ന് കണ്ടോളൂ കേട്ടോ. വളരെ അഫോർഡബിൾ ആയിട്ട് വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ തന്നെയാണ് റഷീദ് ഭായ് അവിടുത്തെ ചെടികൾ വിൽക്കണത്. ഓർക്കിഡ് അവിടെ കളക്ഷൻ ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അവിടുത്തെ തണലിൻ്റെ ഒരു ബോർഡിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അതൊന്ന് ക്ലോസപ്പ് ചെയ്ത് നോക്കിയിട്ട് അതിലെ അഡ്രസ്സ് നോക്കിയിട്ടോ അല്ലെങ്കിൽ ഫോൺ നമ്പർ എടുത്തിട്ട് നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യണം കേട്ടോ. എന്തായാലും ഓൺലൈൻ ബിസിനസ്സൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ചെടികൾ ഓൺലൈനായിട്ടും വാങ്ങിച്ചോളൂ. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ പിന്നെ വേറെ എന്താണ്, എന്തായാലും എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ പറയാണ്, എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ട് ഇഷ്ടമാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ കൂടെ കൂട്ടാൻ മറക്കരുത് കേട്ടോ. മാത്രമല്ല അങ്ങനെ ഇഷ്ടമായി കഴിഞ്ഞാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൽ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, എന്നിട്ട് ഓൾ എന്നുള്ള ഒരു ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. നമുക്ക് ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.